ഹലോ ആൾ, എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ? ഞാനും വളരെ സന്തോഷത്തിലും എന്നാൽ അതിലേറെ മടിയിലും ഇരിക്കുമ്പോഴാണ് എന്നെ വളരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു കമൻറ്റ് യൂട്യൂബിൽ കാണാനിടയായത്. കാരണം ഇന്നലെ മുതൽ ഞാൻ യെല്ലോ റോസിൻ്റെ പിറകെയാണ്. എങ്ങനെയാണ് ഇതിനെ തിരിച്ചറിയുന്നത്, എന്താണ് വ്യത്യാസം, ഇതിനെ ചൊല്ലി ഞാൻ ഒന്ന് രണ്ട് പേരോട് സംസാരിക്കുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമർ നൂർജഹാൻ ഇങ്ങനെ ഒരു കമൻറ്റ് ഇട്ടപ്പോൾ ഇപ്പോൾ തന്നെ മടി പിടിച്ചിരുന്ന ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് വന്നതാണ്. യെല്ലോ റോസ് എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് മാംഗോ യെല്ലോ തന്നെയായിരിക്കും. മാംഗോ യെല്ലോ കാണാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ പെറ്റൽ അറേഞ്ച്മെൻറ്റ്സ് റൗണ്ട് ഷേപ്പിലും അതിൻ്റെ പെറ്റലിൻ്റെ അടിയിലെല്ലാം വൈറ്റ് ഷെയ്ഡിലുമായിരിക്കും ഉണ്ടാവുക. ഡാർക്ക് പച്ച കളറിലുള്ള ഇലകളുമാണ് അതിനുള്ളത്. എന്നാൽ ആരും ഒന്നും പറഞ്ഞു തരാതെ വളരെ വേഗം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു റോസാണ് നമ്മുടെ ഈ ഒരു കൊത്തി യെല്ലോ റോസ്. ഇതിനെ യെല്ലോ ബട്ടൺ റോസ് എന്നും അതുപോലെ യെല്ലോ ബഞ്ച് റോസ് എന്നും അതുപോലെ കൊത്തി യെല്ലോ എന്നെല്ലാം വിളിക്കപ്പെടുന്ന ഒരു റോസാണ് ഇത്. ബഞ്ചായിട്ടുണ്ടാകുന്നു, ചെറിയ പൂക്കളാണ്, വളരെ ഭംഗിയുള്ള നല്ല ഡാർക്ക് യെല്ലോ കളറിലുള്ള പൂക്കളാണ്. ഇതൊരുവിധപ്പെട്ട എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളതുമാണ്, ഒരുപാട് ഡിമാൻഡുള്ളതുമായിട്ടുള്ള റോസാണ്. നമ്മുടെ വീഡിയോസിലെല്ലാം വളരെ കൂടുതലായി ഈയിടെ കാണപ്പെടുന്ന ഒരു റോസാണ് സൊളേർ റോസ്. സൊളേർ റോസിൻ്റെ പ്രത്യേകത ഇത് യെല്ലോ റോസുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പൂവാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റ് എല്ലാ യെല്ലോ റോസുകളുടെയും ഇലകളെക്കാളും വലുതും അതുപോലെ അതിനോടൊന്നും യാതൊരു സാദൃശ്യമില്ലാത്തതുമായിട്ടുള്ള ഇലകളാണ് നമ്മുടെ ഈ സൊളേർ റോസിനുള്ളത്. ഇതിൻ്റെ മഞ്ഞ കളർ കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ കണ്ണടിച്ചു പോകുന്ന കളറാണെന്ന്. എന്നാൽ അതിലേറെ കളറുള്ള മറ്റൊരു യെല്ലോ റോസുണ്ട്. ആ കണ്ണടിപ്പിക്കുന്ന കളറുള്ള നമ്മുടെ യെല്ലോ റോസാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്ന മോഹന റോസ്. ശരിക്കും ഈ റോസിനാണ് മാംഗോ യെല്ലോ എന്ന പേര് വരേണ്ടതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ പഴുത്ത മാങ്ങ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്ത് കാണുന്ന ഒരു നല്ല യെല്ലോ, ഓറഞ്ച് ഷെയ്ഡിലുള്ള ഒരു യെല്ലോ കളറാണ് നമ്മുടെ ഈ ഒരു മോഹന റോസിനുള്ളത്. ശരിക്കും നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറയ്ക്ക് കുറച്ച് പരിമിതികളുണ്ട്. എന്നിരുന്നാലും അത് നല്ല രീതിയിൽ നമുക്കത് മനസ്സിലാവും. ആ ഒരു ഓറഞ്ച് ഷെയ്ഡ് നമ്മുടെ ഈ ഒരു റോസിനുണ്ട്. ഇതാണ് ഏറ്റവും കൂടുതൽ കളറുള്ള യെല്ലോ റോസ്. അതായത് നമ്മൾ എന്നും കണ്ട് പരിചയിച്ച് വരുന്ന റോസുകളിൽ ഏറ്റവും കൂടുതൽ കളറുള്ള റോസാണ് മോഹന റോസ്. ഇതിൻ്റെ ഇലകൾ നമ്മുടെ അന്നാഡോപ്പരിയുടെ ഇലകൾ പോലെ ലൈറ്റ് പച്ച കളറിലാണ് കാണപ്പെടുന്നത്. മറ്റ് എല്ലാ യെല്ലോ റോസുകൾക്കും ഏകദേശം ഒരു ഡാർക്ക് ഷെയ്ഡാണ് ഇലകൾക്കുള്ളത്. മറ്റാരും തന്നെ ഒരു പേരും വിളിച്ച് കേട്ടിട്ടില്ലാത്ത, അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഒരു പേരിട്ട് കൊടുത്തിട്ടുള്ള ഒരു റോസാണ് നമ്മുടെ ഈ ഒരു ബിഗ് യെല്ലോ റോസ്. നമ്മളീ കണ്ട റോസുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. എന്നാൽ ഇതിന് മാംഗോ യെല്ലോയുമായിട്ട് കുറച്ച് സാമ്യങ്ങളുണ്ട്. അതിൻ്റെ ഇലകൾ മാംഗോ യെല്ലോ പോലെയാണ്. അതിൻ്റെ പെറ്റലിൻ്റെ അടിഭാഗത്തുള്ള വൈറ്റ് ഷെയ്ഡ് അത് ഫെയ്ഡ് ആകുമ്പോഴത്തേക്ക് വരുന്ന ആ കളർ മാംഗോ യെല്ലോയെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഇത് മാംഗോ യെല്ലോ റോസ് അല്ല. നമ്മുടെ ഡച്ച് വെറൈറ്റീസ് ബിഗ് യെല്ലോ, ബിഗ് വൈറ്റ്, ബിഗ് ഓറഞ്ച് എന്നിവയുടെ എല്ലാം കൂടെ വരുന്നത് കൊണ്ടാണ് കേട്ടോ ഞാനിതിന് ബിഗ് യെല്ലോ എന്ന് പേരിട്ടത്. കുറച്ച് വെറൈറ്റീസൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ടുണ്ട്. മഞ്ഞ റോസുകളുടെ കഥ ഇവിടെ അവസാനിച്ചു.